ഹലോ നമസ്കാരം. ഈ കുരിശിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇത് തോമസ് ലീഹ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു കുരിശാണ്. ഇതിപ്പോ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് ചെന്നൈയിലാണുള്ളത്. ആണ് ബ്ലീഡിംഗ് ക്രോസ് ഓഫ് സെന്റ് തോമസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങോട്ടേക്കാണ്. ചെന്നൈ എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും ഇത് എവിടെയാന്ന്. ഇതാണ് പറങ്കിമല എന്ന് തമിഴിൽ അറിയപ്പെടുന്ന സെന്റ് തോമസ് മൗണ്ട്. ആർമിയുടെ ഒരു കന്റോൺമെന്റ് ഏരിയ ഉണ്ട് ഇവിടെ. അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് നടന്നു വേണമെങ്കിൽ പോകാം. അത് 160ഓളം സ്റ്റെപ്പൊക്കെയുള്ള വേറൊരു റൂട്ടാണ്. ഞങ്ങളിന്ന് കാറിലാണ് പോയത്. ചർച്ചിന്റെ താഴെ വരെ നമുക്ക് കാറിൽ പോകാം. അവിടുന്ന് പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം മുകളിലോട്ട് നടന്നാൽ മതി. എൻട്രൻസിന്റെ അവിടെ തന്നെ തോമസ് ലീഹയുടെ യേശുവിന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. തൊട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരു തോമസ് ലീഹയുടെ സ്റ്റാച്യു ആണത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അവിടെ പള്ളി കാണാൻ പറ്റും. ഇവിടെ പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് പള്ളി പണിതത്. അവർക്ക് പള്ളി പണിയാൻ വേണ്ടി വരുമ്പോഴാണ് ഈ ക്രോസ് അവർക്ക് കിട്ടുന്നത്. ആ സമയത്ത് അതിൽ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. അത് ബ്ലഡ് സ്റ്റെയിൻസ് ക്ലീൻ ആക്കി കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് പുതിയ ബ്ലഡ് സ്റ്റെയിൻസ് വരുന്നുണ്ടായിരുന്നു. ഒരു 16ാം നൂറ്റാണ്ട് 17ാം നൂറ്റാണ്ട് വരെയൊക്കെ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബ്ലീഡിംഗ് ക്രോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു പേർഷ്യൻ അറേമിയ ലാംഗ്വേജിലുള്ള ഒരു എഴുത്തും കൂടിയുണ്ട്. ആദ്യം ഒരു ചെറിയ പള്ളിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലിയ പള്ളിയാക്കി പുതുക്കി പണിതതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ 2-3 ബിൽഡിങ്ങുകളുണ്ട്. അതിലൊന്നില് തോമസ് ലീഹ ഇവിടെ കേരളത്തിൽ വന്നതും അതിനുശേഷം ഇവിടെ ചെന്നൈയിൽ വന്നതും ഒക്കെ ആയിട്ടുള്ള പഴയ ചരിത്രങ്ങളും പഴയ കുറച്ച് സാധനങ്ങളും അപ്പം മാമോദിസ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന തൊട്ടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേറൊരു റൂമിൽ തിരുശേഷിപ്പുകൾ, വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു റൂമിൽ തോമസ് ലീഹയുടെ സ്റ്റാച്യു, എങ്ങനെയാണ് ഈ കുന്നില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടതെന്നൊക്കെയുള്ളത് വിവരണങ്ങളൊക്കെ ആയിട്ട് വേറൊരു റൂമും ഉണ്ട്. ഇതൊക്കെ നമ്മൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇവിടെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. സിറ്റിയുടെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പേര് വരുന്നുണ്ട്. വിശ്വാസികളും വരുന്നുണ്ട്, അല്ലാതെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരും ഉണ്ട്. ഏത് മതത്തിലുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ്.